എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഒരു സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് തരുന്ന ഒരു സ്ഥലം. ഇത് പലർക്കും ഈ സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ ആലുവാക്കാരെ എല്ലാവരും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പലതവണയായിട്ട് വന്നു പോയിട്ടുള്ള സ്ഥലമായിരിക്കും ഇത്. അതുപോലെ അന്യ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നു പോയിട്ടുള്ളവര്, ഒരു തവണ വന്നു പോയിട്ടുള്ളവര് പിന്നെയും പിന്നെയും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അല്ലേ? നോക്കൂ, NH-47 മാർത്താണ്ഡവർമ്മ പാലത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലുവ റെയിൽവേ പാലത്തിന് സമീപം പെരിയാർ 2 നദികളായി പിരിഞ്ഞ് നദിയുടെ ഒരു ഭാഗം മംഗലപ്പുഴ എന്നറിയപ്പെടുന്നു. മംഗലപ്പുഴയ്ക്കും പെരിയാറിനും ഇടയിലുള്ള മണൽത്തീരത്താണ് ആലുവ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ ശിവലിംഗം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടില്ല. പെരിയാർ നദിയുടെ മണൽ തീരങ്ങളിൽ നിന്നാണ് ഇത് ഉയരുന്നത്. മണൽ തീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ അങ്ങനെ ആലുവ മണൽപ്പുറം, മണൽ നിറഞ്ഞ ഭൂമി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആലുവ മണപ്പുറത്ത് പോയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു സ്ഥലം പരിചയമായിരിക്കും. ആ പാലത്തില് ഈവനിങ് വാക്കിനായിട്ടും അതുപോലെ കലുഷിതമായിരിക്കുന്ന മനസ്സൊക്കെ കലുഷിതമായിരിക്കുന്ന അവസ്ഥകളിൽ ഒരു സമാധാന അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പോയി നിൽക്കുന്ന സ്ഥലമാണ്. ഈ വീക്കെൻഡ്സിലൊക്കെ സാറ്റർഡേ ആണ് നമ്മളിവിടെ പോയിട്ടുള്ളത്. ആ സാറ്റർഡേസിലൊക്കെ ഒരുപാട് കോളേജ് കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും എല്ലാവരും നടക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ സൂര്യാസ്തമിക്കുന്ന സമയത്തെ ആലുവയുടെ ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് അവിടെ മാത്രം വീശിയടിക്കുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട് കേട്ടോ. അതെന്നെ പരിചയപ്പെടുത്തുന്നത് ആലുവയിലുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അപ്പോൾ നന്ദി.